ബസൂക്ക എന്ന പടമെന്നറിയോ? എൻ്റെ പൊന്നു മക്കളെ, മമ്മൂട്ടി ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു കഥ പറഞ്ഞപ്പോൾ കേട്ട അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് ചെയ്യുക തന്നെ വേണം എന്നുള്ളത്. അതൊക്കെ കേട്ടുകൊണ്ടാണ് ബസൂക്ക എന്ന സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കയറി ചെല്ലുന്നതും. സിനിമയുടെ തുടക്കത്തിലൊക്കെ നല്ല രസമായിട്ട് പോകുന്നു, പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിൽ എന്താണ് മമ്മൂട്ടി ഇങ്ങനെ ഒരു കഥയൊക്കെ തിരഞ്ഞെടുത്തത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സിനിമ അങ്ങനെ പതുക്കെ മൂവ് ചെയ്യുക. എൻ്റെ പൊന്നു മക്കളെ, ഇതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തിയപ്പണ്ട് കിളി പാറി എന്നുള്ളതാ. മമ്മൂട്ടി ഏതൊരു സിനിമ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ നിന്ന് വ്യത്യസ്തമാവാത്ത ഒരു സിനിമയും ചെയ്യില്ല, ഉറപ്പാ. അങ്ങനെ നിൽക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സിനിമ അങ്ങ് ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന വിചാരിച്ചില്ല. എൻ്റെ പൊന്നു മക്കളെ, മമ്മൂട്ടിയോടൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്, ഇത് ന്യൂ ജനറേഷൻ പിള്ളേർ ഭരിക്കുന്ന നാടാണ് എന്നുള്ളത്. അതിന് മമ്മൂട്ടി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരു ചിരിയ. ആ ചിരിയോട് കൂടി ഒരു ഡയലോഗ് ഉണ്ട്, എന്നെ കളിയാക്കിയ ആളുകളൊക്കെ ഇപ്പൊ ജോയ്സ്റ്റിക്കും കുത്തി നടക്കുകയാണ് എന്ന് ആരാണ് ആള് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഇപ്പോഴും പഴഞ്ചൻ ചിന്താഗതിയോടുകൂടി മുന്നോട്ട് പോകുന്നു. ഞാൻ അങ്ങനെയല്ല എന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. പൊന്നു മക്കളെ, ഒരു രക്ഷയില്ലാത്ത ആക്ടിങ്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നോർമൽ ലെവലിലാണ് തുടങ്ങുന്നത്. മമ്മൂട്ടിയെ കാണിക്കുന്ന സീനൊക്കെ അത്ര വലിയ ഭയങ്കര സംഭവമായിട്ടൊന്നല്ല കാണിക്കുന്നത്. പക്ഷെ പിന്നെ ചില ഇടങ്ങളിൽ നമുക്ക് എന്തൊക്കെയോ തോന്നും, മമ്മൂട്ടി ഇത് ചെയ്യേണ്ടിരുന്നില്ല എന്നൊക്കെ. പക്ഷെ എൻ്റെ പൊന്ന് പള്ളി, സിനിമ അങ്ങ് സെക്കൻഡ് ഹാഫ് കടന്നങ്ങോട്ട് കൊളത്തും. ഒരു ഒന്നൊന്നര കയറി കൊളത്തലാണ് കൊളത്തുന്നത്. 25-30 കോടിയൊക്കെയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ സിനിമ എന്തായാലും ക്വാഡികൾ കോരും, വിഷു അങ്ങ് തൂങ്ങും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതാണ് മമ്മൂട്ടി. മമ്മൂട്ടി എന്ത് വ്യത്യസ്തനായിട്ടാണ് അഭിനയിക്കുന്നത് അറിയോ? തുടക്കത്തിലുള്ള സാധനമൊക്കെ നമ്മൾ കണ്ടതായിരിക്കും, പക്ഷേ സെക്കൻഡ് ഹാഫിനിന്റെ പൊന്നു മക്കളെ, സസ്പെൻസിന്റെ ഒരു വലിയ മാലപ്പടക്കം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഡീനോ ഡെന്നീസാണ് തിരക്കഥയും അതേപോലെ തന്നെ സംവിധാനവും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ വർക്ക്. പൊന്നു മക്കളെ, ക്യാമറ വർക്ക് രക്ഷയില്ലാത്തതാണ്. 2 പേരാണ്, നിമിഷ് രവിയും അതേപോലെ തന്നെ റോബി വർഗീസ് രാജുവാണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്, അടിപൊളി. പിന്നെ എഡിറ്റിംഗ് എടുത്ത് പറയണം, നിഷാദ് യൂസഫ്, പ്രവീൺ പ്രഭാകർ, അടിപൊളിയാട്ടോ. മ്യൂസിക് ഒരിക്കലും മ്യൂസിക്കിനെ മാറ്റി നിർത്താൻ പറ്റൂല. സയ്യിദ് അബ്ബാസിന്റെയാണ് മ്യൂസിക്. യാ മോനെ, ആ കണ്ണാടൻ്റെ ഒരു നടത്തണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടി കണ്ണാട ഇട്ട് 2 നടത്തം നടന്ന സിനിമ അങ്ങ് കയറി കത്തുന്നുള്ളത്. ഇതിലെ തിരക്കഥ അതേപോലെ തന്നെ ഇതിന്റെ എഡിറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്നാൽ ചില ഇടങ്ങളിൽ ചെറിയ വലിച്ചിലുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. പൂർണ്ണമായിട്ടും ഞാൻ മമ്മൂട്ടിയുടെ സിനിമ ആയതുകൊണ്ട് അടിപൊളി അങ്ങനെയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. യഥാർത്ഥത്തിൽ ചെറിയ വലിച്ചൽ ചില സ്ഥലങ്ങളിലുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ സെക്കൻഡ് ഹാഫിന് ശേഷം മൈൻഡ് പോലും ചെയ്യില്ല. സെക്കൻഡ് ഹാഫ് വരെ, അതായത് ഫസ്റ്റ് ഇന്റർവെല്ലിൽ വരെ ഞാൻ അയ്യോ ഇതിനിപ്പോ ഞാൻ എങ്ങനെ ഒരു റിവ്യൂ ഇടും എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുക. പിന്നെ അങ്ങോട്ട് കേറി കത്തുണ്ട് പൊന്നു മക്കളെ, കേറി കത്താണ്, ഒന്നൊന്നര കത്തല. ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സിനിമ കാണാം. അതുകൊണ്ടൊക്കെ തന്നെ മമ്മൂട്ടിയെ കാണിക്കുമ്പോൾ കിടന്ന് കൂക്കി വിളിക്കലും ചാടി മറയിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊരു അരോചകമായിട്ട് തോന്നി. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ ആസ്വാദകനായിട്ട് കാണുകയാണ് നല്ലത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ ഇഷ്ടമാണ്, പക്ഷെ ആ ആരാധന മൂത്തിട്ട് കുറച്ച് ഓവറാക്കി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇവരെന്നെ പതുക്കെ താന്നിരുന്നു. പിന്നെ വല്ലാണ്ട് മിണ്ടണമൊന്നും കാണാനില്ല. പിന്നെ ഭയങ്കര ഇതാണ് ഗെയിമിംഗ് ത്രില്ലർ മൂവിയാണ്. അന്വേഷണ പാറ്റേൺ ഒക്കെ ആ രീതിയിലാണ്. തിരക്കഥ അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ. അത്ര പെർഫെക്ഷൻ എന്നല്ല, ഈ ഒരു സ്റ്റോറിയെ വേണമെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് അസംബിൾ ചെയ്യായിരുന്നു എന്നുള്ളതാണ്. ഒന്നും കൂടി ഇതാക്കി കൊടുക്കായിരുന്നു. പക്ഷെ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ആക്കി എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മമ്മൂട്ടിയുടെ ഒരു ഗെറ്റപ്പ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ഗെറ്റപ്പാ. ഞാനത് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിന്റെ ഗ്രേഡിങ്, കളർ ഗ്രേഡിങ് അല്ല അടിപൊളിയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതിന്റെ കാസ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ്. ഒരാൾ മോശമായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മളുടെ ടീച്ചറിലൊക്കെ കണ്ട സാധനം ഉണ്ടാവും, നമ്മുടെ ബിഗ് ബിലി ബായ് എറിഞ്ഞ് കരഞ്ഞുന്ന വെടി കൊണ്ട് മരിക്കുന്ന പയ്യനുണ്ടല്ലോ, അവനെ കാണിച്ചപ്പോൾ ആളുകൾ കെടുന്ന് ചീറിപ്പൊളിച്ചതിന്റെ പൊന്നേ, എന്നാ ചീറുന്നത് അറിയോ? അത്രക്ക് ഈ ഇതിൽ ഓരോ ആളുകൾക്കും ഓരോ ഇൻട്രോ സീൻ ഉണ്ട്. ആ ഇൻട്രോ സീനിന്റെ ഒക്കെ മ്യൂസിക് ഉണ്ടല്ലോ, പൊളി. ഇതായിരിക്കണം മ്യൂസിക് എന്ന് തോന്നിപ്പോവും. എമ്പുരാൻ എന്ന സിനിമയിലെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കത് അത്രക്ക് ടോപ്പായിട്ട് തോന്നിയില്ല. നേരെ തിരിച്ച് ചില ഭാഗങ്ങളൊക്കെ അതിലൊക്കെ, പക്ഷെ ഇതിലെ ഒരു ഭാഗവും മോശമില്ല മ്യൂസിക് എന്നുള്ളതാണ്. മ്യൂസിക് പൊളിയാ. പിന്നെ മമ്മൂട്ടിയുടെ കുറച്ച് സീനുകൾ വേണച്ചിട്ട് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അത് ആ ഒരു ഗ്ലാമറസ് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ ചെറിയ ടീസറിന്റെ പോസ്റ്ററിന്റെ ഇടയിലും കണ്ടിട്ടുണ്ട്, ഒരു വാഹനത്തിന്റെ തുണി ഇങ്ങനെ വലിച്ചിട്ടിട്ട് ആ വണ്ടി നോക്കുന്ന സാധനമൊക്കെ ഇല്ലേ,
ആ ഒരു സംഭവം, പിന്നെ ഒരു കാറിന്റെ ഒരു സാധനമൊക്കെ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഇതിന് വേണിച്ചിട്ട് ഇതിലൊന്ന് തിരികെ കയറ്റിയ സാധനങ്ങളാണ്. പക്ഷെ അതൊക്കെ ഒരു സിനിമയുടെ ഗ്ലാമറിന് ആവശ്യമാണ് എന്ന് ഉറപ്പാണ്. മമ്മൂട്ടിയെ കിട്ടിയ 2 ഗ്ലാമർ ഷോട്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റൂ എന്നുള്ളതാണ്. തിയേറ്ററിൽ നിങ്ങൾ നിർബന്ധമായി കാണേണ്ട ഒരു സിനിമയാണ് കേട്ടോ. ഒരു തരത്തിലുള്ള വൃത്തികേടുകളില്ല, വയലൻസ് ഒന്നും ഒരു വലിയ സംഭവമല്ല. ഇപ്പോൾ 13+ നിന്നും 16+ അവർ മാറ്റി. അതൊന്നും 16+ ആവശ്യം പോലും ഇല്ല എന്നാണ്. അത്ര വൃത്തികെട്ട രീതിയിലുള്ള ഒരു സാധനവും ഇല്ല. ആരെയും രക്തം ചീന്തി അങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ പരിപാടിയൊന്നുമില്ല. സിനിമയ്ക്ക് ആവശ്യമായ രീതിയിലുള്ളത് മാത്രമേ ചെയ്തു വെച്ചിട്ടുള്ളൂ. മമ്മൂട്ടിയുടെ കുറച്ച് ലുക്കുകളുണ്ട് ഇതിൽ, ഒരു രക്ഷയില്ല. മമ്മൂട്ടീനെ അങ്ങനെ കാണിക്കുന്ന സീനുണ്ട്. അതായത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം, ആ സാധനത്തിലേക്ക് ഇങ്ങനെ പാൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഒരു ഗ്ലിഫറിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മോനെ എഡിറ്റിങ്ങിനായിട്ട് ജമ്പ് ചെയ്തിട്ട് പോക്ക് പോകുന്നുണ്ട്. അതായത് മമ്മൂട്ടിയുടെ പല രൂപങ്ങളും, പണ്ടത്തെ പല പല രൂപങ്ങളും എന്ന് പറഞ്ഞിട്ട് പുതിയ രീതിയിലുള്ള ഇൻട്രോ ആണ് മമ്മൂട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ആ ഒരു എഴുതിക്കണം മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന സാധനമൊക്കെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഗെയിമിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. അതിനിടയിലാണ് ഞാൻ ബസൂക്ക എന്ന സാധനം എന്താണെന്ന് അന്വേഷിക്കാനൊക്കെ ഒന്ന് പോയത്. ഈ ബസൂക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 1.5 സാധനമാണ്. മിനി റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയും. സംഭവം ചെറുതാ, പക്ഷെ അങ്ങോട്ട് വിട്ടാണ്ട് തകർത്ത് തരിപ്പണമാക്കുന്ന വളരെ ഭയാനകമായിട്ടുള്ള ആയുധമാണ് ബസൂക്ക എന്ന് പറയുന്നത്. അതാണ് ബസൂക്ക. ഈ ബസൂക്ക എന്ന പേരിന് പോലും സിനിമയിൽ ഒരു വേറൊരു സ്ഥാനം തന്നെ ഉണ്ടെന്നുള്ള. ചില സിനിമയുടെ പേരൊക്കെ അയ്യമ്പുരാനെ എന്നൊക്കെ പറഞ്ഞ സാധനം പോലെ ഒരു ക്യാരക്ടറിന് ഒരു സംഭവം കൊടുക്കൂലേ, ആ ഒരു സംഭവം ഈ ഒരു സിനിമയിലുണ്ട്. ബസൂക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ സസ്പെൻസിന്റെ ഒരു അങ്ങേയറ്റാണ് മക്കളെ. ഒരു വേറെ രീതിയിലുള്ള ഒരു സാധനം. എന്നാൽ ചില ഇടങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവും. സിനിമയാവുമ്പോൾ അങ്ങനെയാണ്, എല്ലാ ചേരുവകളും ഒന്നിച്ച് ഒരു അടിപൊളി സിനിമ എന്ന രീതിയിൽ ഇപ്പോൾ പലപ്പോഴായിട്ട് വരാറില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില സീനുകൾ വെച്ചിട്ടാവും നമ്മൾ പറയാം അടിപൊളി അടിപൊളി എന്നുള്ളത്. എനിക്ക് എന്തായാലും ഇന്റർവെല്ലിന് അങ്ങോട്ടുള്ള സീനുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട്. അതിൽ മമ്മൂട്ടിയുടെ ഗെറ്റപ്പ്, മമ്മൂട്ടിയുടെ ആക്ടിങ് ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു മക്കളെ, മമ്മൂട്ടിയെ വെല്ലാൻ മമ്മൂട്ടി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പോലും ചിലപ്പോൾ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതാണ് ഇതിന്റെ ചില സ്ഥലങ്ങളിലുള്ള മമ്മൂട്ടിയുടെ ഡയലോഗുകളുണ്ട്. ഇത് ന്യൂജൻ പിള്ളേര് വിളയാടുന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ മമ്മൂട്ടി പറയുന്നുണ്ട്. അങ്ങനെ പഴഞ്ചൻ ചിന്താഗതിയിലൂടെ അല്ല അദ്ദേഹം പോകുന്നത്. എൻ്റെ കൂടെ നിന്ന പല ആളുകളും ഇപ്പോ വടിയും കുത്തി എങ്ങനെ നടക്കുകയാണെന്ന് പറയുന്ന സാധനമുണ്ട്. മമ്മൂട്ടിയുടെ ഒരു ചിരിയുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, പൊളി. സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് പറയുന്നില്ല. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഞാനൊരു സാധാരണ ആസ്വാദകൻ എന്ന നിലയ്ക്ക് മാത്രമാണ് ഈ സിനിമയെ കണ്ടിട്ടുള്ളത്. ഞാനൊരു മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ആരാധകൻ എന്ന രീതിയിലും സിനിമ പോയിട്ട് കാണാറില്ല. ഒരു കിളി മാറിയ സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ സിനിമയുടെ ക്ലൈമാക്സ് മിക്സ് ചെയ്യരുത്. ചില ആളുകൾ ഫോണിൽ വിളിച്ച് കളിക്കുന്ന ആളുകളുണ്ട്. ഒരാളിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ജലദോഷം പിടിച്ചിട്ട് അയാൾ വീക്സ് നോക്കി കുത്തി ഇങ്ങനെ കയറ്റിച്ചിട്ട് ഇരുന്നിരുന്നത്. എന്തൊരു അരോചകം, എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തിയേറ്ററിലേക്ക് പോവാതിരിക്കുക നല്ലത്. നിങ്ങളിൽ നിന്നും മറ്റുള്ള ആളുകൾക്ക് അത് പകരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആളുകൾ മുന്നോട്ട് പോകുക. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഒരു സിനിമ നാളെ കാണണമെങ്കിൽ നാളെ കാണാലോ. എന്തിനാണ് നിങ്ങൾ ഈ അസുഖം വെച്ച് വരുന്നത്? അനാവശ്യമായി ബഹളം വെക്കുക. ബാക്കിലിരിക്കുന്ന ഏതൊരു മോൻ ഇരുന്നിട്ട് അവന്റെ ഓഫീസ് കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കും. എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ. എനിക്ക് ഇന്നെ സംസാരിക്കാൻ പറ്റും. എൻ്റെ പെടലി ഒന്ന് ചെറുതായി ഉളുക്കി. ഈ രാവിലെ 9 മണിക്ക് ഷോ ആയതുകൊണ്ടേ നേരത്തെ നീച്ച് തണുത്ത വെള്ളത്തിൽ കുളിച്ചതാ, ഒന്ന് തല തോർത്തിയതാ, നല്ല സുഖപ്പോ. ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ കോക്കണ്ണന്റെയും മറ്റേ അണ്ണന്റെ ഒക്കെ വീഡിയോ ഒക്കെ പോയി കണ്ടോളി. നമ്മളെ റിവ്യൂസ് ആണ്. അപ്പൊ വീണ്ടും വരാം പുതിയ സിനിമാ വിശേഷങ്ങളുമായി. അതൊരു സന്ദീപ് സൈനിങ്.